പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഇതാ കത്തോലിക്ക സഭയുടെ മതബോധന പഠനത്തിൽ 979 എപ്പിസോഡിലേക്ക് വന്നിരിക്കുന്നു. ഇന്നു മുതൽ നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായിക്കൊണ്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഈ മതബോധന പഠന കളരിയിൽ നമ്മുടെ ജീവിതത്തെ വളരെയധികം നയിക്കുന്ന വിശ്വാസമാണത്. വിശ്വാസമാണ്. അപ്പസ്തോലന്മാർ വരെ ഈശോയോട് പ്രാർത്ഥിച്ചൊരു കാര്യം, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈശോ പറഞ്ഞു, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. നമുക്കറിയാം ഒരുപാട് പ്രബോധനങ്ങൾ. അപ്പം കടുകുമണി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഒരു എലിമെൻ്റാണ്, എന്നാൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന, അതിൻ്റെ അകത്ത് വേറെ കുരുവില്ല എന്നുള്ളതാണ്. കടുമണിക്കകത്ത് വേറെ കുരുവില്ല, അത് മുഴുവനും കഴമ്പാണ്. എന്നപോലെ മുഴുവനും കഴമ്പായിട്ടുള്ളൊരു വിശ്വാസം. അതുപോലെ ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം. ദൈവത്തിൻ്റെ ദാനം ദൈവം തന്നെയാണ്. ദൈവം ദൈവത്തെ തന്നെയാണ് നമുക്ക് തരുന്നത്. പരിശുദ്ധാത്മാവിനെ തന്നെയാണ് നമുക്ക് തരുന്നത്. സകല ദാനങ്ങളുടെയും ഉറവിടമായ പരിശുദ്ധാത്മാവ്, സകല ദാനങ്ങളുടെയും ഉറവിടമായ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആ ഇൻഫിനിറ്റ്, പരിശുദ്ധാത്മാവ് നമ്മൾ ഇൻഫിനിറ്റ് ആയിട്ടാണ്. അങ്ങനെ ഇൻഫിനിറ്റായ ഒന്നിൻ്റെ ഒരു ചെറിയ കണികയുണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റാണ്. ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. നമ്മിലുള്ള വിശ്വാസത്തെ വളർത്തുന്നതിന് സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൽ നിന്ന് തന്നെ നാം പഠിക്കുകയാണ്. അതാണ് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ നമ്മൾ പഠിക്കുന്നത്, വിശ്വാസ നിക്ഷേപം. കുറച്ച് ദിവസം കൂടി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ വളരെ നിർണായകമായിട്ടുള്ള മീറ്റിങ്ങുകളും സിനഡുകളും എല്ലാം നടക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചതിൽ ഫലം ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശ്വാസികളിലും സഭയിൽ മുഴുവനും നിറഞ്ഞ് ഞങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. വിശ്വാസത്തിൻ്റെ ദാനം തന്നെ ഞങ്ങളിൽ നിറയ്ക്കണമേ. ഒരു സാക്ഷ്യം ഒന്ന് കേൾപ്പിക്കാൻ പോകാം. പ്രൈസ് ദി ലോർഡ് ബ്രദർ. ഞാൻ ഷെറിയാണ്, എറണാകുളത്ത് നിന്ന്. 976 എപ്പിസോഡ് 12-ാം തീയതിയിലത്തെ കിഴക്കിൻ്റെ വെളിച്ചം ഒരു സൂക്ഷ്മ ദർശനം എന്നുള്ള എപ്പിസോഡിൽ പ്രവചനത്തിന് ശേഷം പറഞ്ഞ രോഗശാന്തി, അതായത് എളിയിൽ വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട്. എനിക്ക് എളിയിൽ നല്ല വേദനയായിരുന്നു. കാരണം സ്കയാറ്റിക് പെയിൻ ആണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണീറ്റ് കഴിഞ്ഞാൽ നടക്കാൻ പറ്റത്തില്ല. കുറച്ച് നേരം നിന്ന് ആ ഒരു പതുക്കെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മൂവ്മെന്റ്സ് പറ്റത്തുള്ളൂ. പക്ഷെ അത് പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് അവിടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എപ്പോഴും ഒരു സ്റ്റിഫ്നെസ് ആയിരുന്നു ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ലൈറ്റ് വെയിറ്റ് ഫീൽ ചെയ്തു. അപ്പൊ തന്നെ ഞാൻ പ്രാർത്ഥിച്ച, കർത്താവേ എന്റെ തന്നെ ആയിരിക്കണേ ആ രോഗസൗഖ്യമെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ജോലിക്കെല്ലാം പോയി കഴിഞ്ഞപ്പോഴും, കാരണം ആ സമയത്ത് ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ, ഓരോ സമയത്ത് നടക്കുമ്പോഴൊക്കെ എനിക്ക് പെയിൻ ഉള്ളതായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് യാതൊരു പെയിനും അനുഭവിച്ചില്ല. തിരിച്ചു നടന്നു വന്നപ്പോഴൊന്നും എനിക്കൊരു പെയിനും തോന്നിയില്ല. പക്ഷെ പിന്നെ കിടന്നുറങ്ങി കഴിയുമ്പോൾ രാവിലെ എണീക്കണമെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും മിനിമം എങ്കിലും കഴിഞ്ഞാൽ എനിക്ക് എണീക്കാൻ പറ്റത്തുള്ളൂ.
പക്ഷെ അന്നത്തെ ദിവസം അതായത് 12-ാം തീയതി നൈറ്റ് കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, നാളെ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകരുതേ എന്ന്. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ വലതുവശം ചെരിഞ്ഞ് തന്നെ എനിക്ക് പെട്ടെന്ന് എണീക്കാൻ കഴിഞ്ഞു. ഇതുവരെയായിട്ടും ഈ സമയം വരെ എനിക്ക് ആ എളിയിലുള്ളൊരു വേദന എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എന്റെ അസുഖങ്ങൾ മാറ്റി തന്ന കർത്താവിന് 1000 നന്ദി പറയുന്നു. ബ്രദറിന് പ്രത്യേക സ്നേഹത്തോടെ ഓർക്കുന്നു. നന്ദി ബ്രദറെ. വരൂ, നമുക്ക് പ്രവചനത്തിനായിട്ട് കാതോർക്കാം. എന്റെ വാത്സല്യഭാജനങ്ങളെ, എന്റെ അപ്രതിരോധ്യമായ ശക്തിയും എന്റെ സർവാതിശായിയായ ശക്തിയും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ഞാൻ എങ്ങനെ മനസ്സിലാക്കിക്കണം? ഞാൻ ഇനി എങ്ങനെ മനസ്സിലാക്കിക്കണം? വിശ്വാസത്തിലൂടെ മാത്രമാണ് ഇത് മനസ്സിലാകുന്നത്. വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. വിശ്വസിക്കുന്നവൻ വിജയിക്കും. വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. എന്റെ വാത്സല്യഭാജനങ്ങളെ, വിശ്വസിക്കുവേൻ. വിശ്വാസം വർദ്ധിക്കുന്നത് സഭയുടെ വിശ്വാസത്തിൽ നിങ്ങൾ വേരുറയ്ക്കുമ്പോഴും പണിതുയർത്തപ്പെടുമ്പോഴുമാണ്. നിങ്ങൾ വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാകണം. വിശ്വാസം ഒരിക്കൽ നൽകപ്പെടുന്നത് എല്ലാ രീതിയിലും വളരാൻ സാധ്യതകളുണ്ട്. വിശ്വാസം വളരുന്നത് സഭയുടെ പ്രബോധനവും വിശ്വാസ സത്യങ്ങളും പഠിക്കുമ്പോഴാണ്. സഭയുടെ പ്രബോധനത്തിൽ വേരുറയ്ക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വളരും. അതല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം തളരും. ലോകത്തിൻ്റെയും മാനുഷിക ബോധ്യങ്ങളുടെയും വലിച്ചിലിൽപ്പെട്ടുകൊണ്ട് നിങ്ങൾ തളരും. എന്നാൽ വിശ്വാസം വളരുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. ലോകത്തിന്റെ മേലുള്ള വിജയം നിങ്ങളുടെ വിശ്വാസമാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ വീണ്ടും വിശ്വാസത്തിൽ ഉയർത്തുന്നു. എന്റെ വാത്സല്യഭാജനങ്ങളെ, നിങ്ങളുടെ വിശ്വാസം ഞാനിതാ ഉയർത്തുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൽ ഞാനിതാ പുതുമ നൽകുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് പുതുശക്തി നൽകുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് പുതിയ ആവേശം നൽകുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് പുതിയ അഭിഷേകം നൽകുന്നു. നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൽ ആധികാരികത നൽകുന്നു. നിങ്ങൾ എൻ്റെ ആധികാരികതയോടെ പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ എൻ്റെ ആധികാരികതയോടെ കൽപ്പിക്കുവിൻ. നിങ്ങൾക്കെല്ലാ അധികാരവും നൽകിയിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകിയിരിക്കുന്ന ഞാൻ തന്നെ നിങ്ങളിലുണ്ട്. അതിനാൽ എൻ്റെ നാമത്തിൽ ആധികാരികതയോടെ നിങ്ങൾ സംസാരിക്കുവിൻ. ആധികാരികതയോടെ പറയുവിൻ. ആധികാരികതയോടെ കൽപ്പിക്കുവിൻ. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്കെതിരെ വരുന്ന സകല ശക്തിയെയും നിർജീവമാക്കാനും വിശ്വാസത്തിലൂടെ സാധിക്കും. നിങ്ങളുടെ ആയുധങ്ങൾ ജഡികായുധങ്ങളല്ല, ആത്മീയായുധങ്ങളാണ്. വിശ്വസിക്കുന്നവന് എല്ലാം സംഭവിക്കും. വിശ്വസിക്കുവിൻ. ആമേൻ, ആമേൻ. വിശ്വാസമാകുന്ന വിജയപതാക നിങ്ങളിൽ ഞാനിതാ പറപ്പിക്കുന്നു.
നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ ഉണർത്തുന്നു, ഉയർത്തുന്നു. എൻ്റെ അടുത്ത് വരുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ രോഗസൗഖ്യം അടയാളമായിട്ട് തരുന്ന രോഗസൗഖ്യങ്ങളിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഞാൻ കാണുന്നത് ഈ ദിവസങ്ങളിൽ തന്നെ കണ്ടൊരു കാര്യമാണ്. നടക്കാൻ കഴിവില്ലാത്ത, മുട്ടിന് വേദനയായിട്ട് മുട്ട് നീരാത്ത ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഇപ്പോൾ ആ വ്യക്തി നീർന്നു നിൽക്കാൻ സാധിക്കുന്നു. അങ്ങനെ മുട്ടിനെ കൈ കൊടുക്കാതെ നീർന്നു നിൽക്കാൻ സാധിക്കുന്നു. കർത്താവേ, ഈ സൗഖ്യത്തിന് നന്ദി പറയുന്നു. മറ്റൊരു സൗഖ്യം, അടിവയറ്റിലെ വേദന. അടിവയറ്റിലെ വേദന, അടിവയറ്റിലെ വേദന സൗഖ്യപ്പെടുത്തുന്നു. മറ്റൊരു സൗഖ്യം, ഇടത് കൈയിൻ്റെ ഇതും ഈ ദിവസത്തിൽ പറഞ്ഞു തന്നെയാണ്. ഇടത് കൈയിൻ്റെ ഷോൾഡറിന് വേദന, ഇടത് കൈയിൻ്റെ ഷോൾഡർ ഒരത്തിന് വേദന സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സൗഖ്യങ്ങൾ കിട്ടിയവർ എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ഇടുക. എൻ്റെ വാട്സപ്പ് നമ്പർ 00919447196033. അതോടൊപ്പം ജർമ്മൻ നമ്പർ 00491723000623. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇതാ വീണ്ടും എല്ലാവരും വളരെ ആകാംക്ഷയോടെ ആഗ്രഹിച്ചു നിൽക്കുന്ന നമ്മുടെ പഠനത്തിലേക്ക് വന്നിരിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തുവിൻ്റെ കൂദാശകളെ കുറിച്ചായിരുന്നു. നമ്മൾ 1115 ഖണ്ഡിക, പേജ് 858, അതിൻ്റെ മാർജിനൽ പാരഗ്രാഫ് 512 മുതൽ 561 വരെ വളരെ നീണ്ട ഒരു പഠനമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിലേക്ക് പ്രവേശിച്ചത്. ഇന്ന് നമ്മൾ 1116 എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാരഗ്രാഫാണ്. എന്നെന്നും ജീവിക്കുന്നതും ജീവൻ നൽകുന്നതുമായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തികൾ ആണ് കൂദാശകൾ. 33 ലൂക്ക് 5:17, 6:19, 8:49. അതിലേക്ക് നമുക്ക് പോകാം. സഭയാകുന്ന അവിടുത്തെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണവ. ശാശ്വതമായ പുതിയ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ ഉത്കൃഷ്ട കർമ്മങ്ങളാണ് കൂദാശകൾ. അപ്പോൾ ഇവിടെ 1116 Sacraments are powers that comes forth from the body of Christ. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറേ കൂടി മനോഹരമാണ്. സാക്രമെന്റ്സ്, കൂദാശകളെ കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ കൂദാശകൾ. ഇതാണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മുടെ അല്ലെങ്കിൽ സുവിശേഷവും അല്ലെങ്കിൽ ബൈബിളിലെ ഏറ്റവും പ്രധാന ഒരു വ്യത്യാസം, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പഴയ നിയമത്തിൽ ഈ കൂദാശകളെക്കുറിച്ചുള്ള നിഴൽ കാണാം. എന്നാൽ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, പീഡാസഹനം, ഉയർപ്പ്, സ്വർഗാരോഹണം, അതിനുശേഷമാണ് കൂദാശകൾ ഉണ്ടാകുന്നത്. അതിനു മുമ്പ് കൂദാശകൾ ഉണ്ടാകാൻ പറ്റില്ല.
എന്നാൽ അതിനു മുൻപ് ഈ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ സംഭവിക്കുന്ന ഈ കൂദാശകളുടെ എല്ലാം ഒരു നിഴൽ നമുക്ക് പഴയ നിയമത്തിൽ കാണാം. ആ നിഴൽ മാത്രം നമ്മൾ പ്രഘോഷിച്ചാൽ പോരാ. ചെങ്കടൽ കടക്കുന്നതും നോഹയുടെ ജലപ്രളയം, മോശയുടെ കാലത്ത് ചെങ്കടൽ കടക്കുന്നതും മന്ന തരുന്നതും ഇതെല്ലാം ഈ കൂദാശകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ sacraments are powers that comes forth from the body of Christ. അപ്പോൾ പുതിയ നിയമത്തിൽ ഈശോയുടെ പരസ്യ ജീവിത സമയത്ത് ഈശോയിലൂടെ നടന്ന പല അത്ഭുതങ്ങളും ആ നാട്ടിലെ ആൾക്കാർക്ക് സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല, പെന്തക്കോസ്തായ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈശോയുടെ രഹസ്യത്തിന്റെ പദ്ധതികൾ, അതായത് രക്ഷാകര പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ശേഷം സഭയിൽ ഉണ്ടാകാനിരിക്കുന്ന ഈ കൂദാശകളുടെ ഒരു പ്രവചനങ്ങളായിരുന്നു അത്. അതാണ് എന്നെന്നും ജീവിക്കുന്നതും ജീവൻ നൽകുന്നതുമായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തികളാണ് കൂദാശകൾ. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ലൂക്കായുടെ സുവിശേഷത്തിലെ 3 സംഭവങ്ങൾ. ലൂക്ക 5:17. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലിയായിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും, ശ്രദ്ധിക്കണം, ഗലീലിയായിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും, യൂദയായിൽ നിന്നും, ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി. കണ്ടോ, ഒന്ന് ആലോചിച്ച് നോക്കണം ആ സാഹചര്യം. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവരിലുണ്ടായിരുന്നു. ലൂക്ക 6:19. ആ ലൂക്ക 6:19 കാണാം, ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം ഈശോയുടെ പൗരോഹിത്യ മുറപ്രകാരമുള്ള സുവിശേഷമാണ്. 4 സുവിശേഷങ്ങൾ, മത്തായിയുടെ സുവിശേഷം ഈശോയുടെ മാനുഷികതയെ പ്രകീർത്തിക്കുന്ന സുവിശേഷം, മർക്കോസ് ഈശോയുടെ ദൈവികതയെ പ്രകീർത്തിക്കുന്ന സുവിശേഷം, ലൂക്ക ഈശോയുടെ പൗരോഹിത്യത്തെ, യോഹന്നാൻ ഈശോയുടെ ഉയർപ്പിൻ്റെ ആ ചിഹ്നങ്ങളെല്ലാം ഓർക്കണം. അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ ചിഹ്നമാണ് കാള. കാള അർപ്പിക്കപ്പെടുന്നതാണ്, സേവനമാണ് കാളയുടെ ദൗത്യം. അപ്പോൾ ലൂക്ക 6:19 ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ടു. അതാണ് കൂദാശകൾ. അത് കൂദാശകളുടെ കുറിച്ചുള്ള ഒരു മുൻകൂർ അവതരണമാണത്. കൂദാശകൾ അതുപോലെയാണ്. വീണ്ടും 8:46 യേശു പറഞ്ഞു, ആരും എന്നെ സ്പർശിച്ചു, ആരാണ് എന്നെ തൊട്ടത്? എന്നിൽ നിന്നും ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ലൂക്ക 8:46. രക്തസ്രാവത്തിൽ പീഡിതയായ സ്ത്രീ ഈശോയും കൂട്ടരും നടന്നു പോകുമ്പോൾ അവൾ ഈശോയുടെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ സൗഖ്യപ്പെടും എന്ന് വിശ്വസിച്ചു. അതാണ് വിശ്വാസം. വിശ്വാസം ആണ്. രക്തസ്രാവമുള്ളവർ ആരെയും തൊടാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ വഴിയിൽ നടക്കുന്ന ഒരാൾ ആരെങ്കിലും പോയി തൊടുവോ? എന്നാൽ അവൾ ശരീരത്തിൽ തൊട്ടില്ല. ശരീരത്തിൽ തൊട്ട് അശുദ്ധമാകുമല്ലോ. വസ്ത്രത്തിൽ തൊട്ടാൽ മതി. അതാണ് സഭയാകുന്ന അവിടുത്തെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണവ. കൂദാശകൾ സഭയാകുന്ന അവിടുത്തെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന
പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണവ. ശാശ്വതമായ പുതിയ ഉടമ്പടിയിൽ ദൈവത്തിന്റെ ഉത്കൃഷ്ട കർമ്മങ്ങളാണ് കൂദാശകൾ, which is ever living and life giving. They are actions of the Holy Spirit at work in his body, the church. They are the master works of God in the new and everlasting covenant. ശാശ്വതമായ പുതിയ ഉടമ്പടിയിൽ ദൈവത്തിന്റെ ഉത്കൃഷ്ട കർമ്മങ്ങളാണ് കൂദാശകൾ. ഇനി ഇതിന്റെ മാർജിനൽ പാരഗ്രാഫുകൾ 1504 പറയുന്നത്, യേശു മിക്കപ്പോഴും രോഗികളോട് വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നു. സുഖപ്പെടുത്താൻ അവിടുന്ന് അടയാളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഉമിനീരും കൈവെപ്പും ചെളിയും കഴുകലും. രോഗികൾ അവിടത്തെ സ്പർശിക്കാൻ ശ്രമിക്കുന്നു. എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെടുകയും വിഷഘോരനായ ക്രിസ്തു, ഇത് കൂദാശകളിൽ രോഗിലേപനം എന്ന കൂദാശയെക്കുറിച്ചുള്ള പ്രബോധനമാണ്. രോഗികൾ അവിടത്തെ സ്പർശിക്കാൻ ശ്രമിക്കുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെടുകയും അവരെല്ലാവരെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ലൂക്ക 6:19, മർക്കോസ് 1:41, മർക്കോസ് 3:10, മർക്കോസ് 6:56 ഇവിടെ എല്ലാം പറയുന്നത് അതാണ്. അതുപോലെ നമ്മെ സുഖപ്പെടുത്തുവാനായി ക്രിസ്തു കൂദാശകളിൽ നമ്മെ നിരന്തരം സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മെ സുഖപ്പെടുത്താനായി കൂദാശകളിൽ നമ്മെ നിരന്തരം സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്തൊരു മനോഹരമാണില്ലേ. അവർ ഈശോയുടെ വസ്ത്രത്തിലൊന്ന് സ്പർശിച്ചപ്പോൾ സൗഖ്യം ലഭിച്ചുവെങ്കിൽ, ഇവിടെ പറയുന്നത് ഈശോ നമ്മെ സ്പർശിക്കാനായി 108 മർക്കോസ് 7:32, ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്ന് അവന്റെ മേൽ കൈകൾ വെക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അതാണ് കൈവെപ്പ്. അവന്റെ മേൽ കൈകൾ വയ്ക്കും. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്ന് അവന്റെ മേൽ കൈകൾ വെക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അങ്ങനെ ഒരടയാളമാണ് കൈവെപ്പ്. ഈശോ കൈവച്ച് തൊടുന്നു. 7:33, യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലുകളിട്ടു, തുപ്പൽ കൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു. 7:34, സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാഥ, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവന്റെ ചെവികൾ തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. പ്രൈസ് ദ ലോർഡ്. അതേ കർത്താവ് തന്നെയാണ് നമ്മളിൽ വസിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞത്. സർവാധിപനായ ഞാൻ നിങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ അന്ന് നടന്ന കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ നടക്കില്ല? അത് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ നടക്കാത്തതിന്റെ കാരണം നമ്മൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഉടനെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടറെ അടുത്ത് പോയില്ലേ? വേണ്ട, ഡോക്ടറെ അടുത്ത് പോകും. അയ്യോ, ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടറെ അടുത്ത് പോകണ്ടെന്ന് പറയുന്നില്ല. ഡോക്ടറെ അടുത്ത് പോയിക്കോളൂ. പക്ഷെ ആദ്യം ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തൂടെ? അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിലെല്ലാം മെഡിക്കൽ ബിസിനസ് മാതിരിയായിരുന്നു. മിഷൻ ആശുപത്രി തന്നെ ഒരു ബിസിനസ്സായി മാറി. അതാണ്. അങ്ങനെ ദൈവത്തിന്റെ ആ സൗഖ്യദായക ശക്തിയെ കൂദാശകളിൽ പോലും നമ്മൾ കാണുന്നില്ല. പള്ളിയിൽ പോകുന്നു,
ഞായറാഴ്ച പള്ളി പോണ്ടേ? പള്ളി പോയി. ഞായറാഴ്ച പള്ളി പോ. പള്ളി പോയി. ഞായറാഴ്ച പള്ളി പോയി. പ്രാർത്ഥനകൾ കേട്ടു. പള്ളിയിലച്ഛനും എല്ലാം നടത്തി. എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അവിടുന്ന് ആ ശക്തി ഒഴുകിയോ? ആ ശക്തിയുടെ അനുഭവം ഉണ്ടായോ? അവിടെ ഈശോ വചനം പ്രഘോഷിച്ച പോലെ അവിടെ അതേ വചനം പ്രഘോഷിക്കുന്നു. വലിയ ജനാവലി അവിടെ കൂടുന്നു. ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ സൗഖ്യമായെങ്കിൽ ഇവിടെ ഈശോ തന്നെ ശരീരവും രക്തവും നമുക്ക് തരുന്നു. അങ്ങനെ ഈശോ നമ്മളെ എപ്പോഴും സ്പർശിക്കുന്നു. എന്നിട്ടും നമുക്കൊരനുഭവമില്ല. കാരണം എന്താ? നമ്മളുടെ വിശ്വാസം, ഈ കൂദാശകളിലുള്ള വിശ്വാസം, ആ കൂദാശകളിലുള്ള ഈശോയുടെ സാന്നിധ്യത്തിലുള്ള വിശ്വാസം, അതിപ്പോഴും നമ്മളെ ജ്വലിക്കുന്നില്ല. നമ്മളിലത് ജ്വലിക്കുന്നില്ല. നമ്മളതിന് വേണ്ട ഭയഭക്തിയോടെ അതിലേക്ക് നോക്കുന്നില്ല. നമ്മൾ കിഴക്കിന്റെ വെളിച്ചത്തിൽ പഠിച്ചു. എന്താ കിഴക്കിന്റെ വെളിച്ചത്തിൽ പഠിച്ചത്? തിയോഫറിക്കൽ, അതായത് ഈ മെറ്റീരിയൽ വസ്തു, ഒരു മെറ്റീരിയലായ ഗോതമ്പപ്പം രൂപാന്തരീകരിക്കപ്പെട്ട് യേശുവിൻ്റെ ശരീരമായി മാറുന്നു. ദൈവത്തെ നമ്മിലേക്ക് കൊണ്ടുവരുന്നു. ആ വെള്ളം മാമോദീസ ജലമായി ത്രിത്വൈക ദൈവത്തിനെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. എന്തോ ഒരു വലിയ കാര്യമാണ് അവിടെ നടക്കുന്നത്. അപ്പോ അത് നടക്കുന്നത് കൗദാശികമായ ആ കൂദാശകൾ കർത്താവ് സ്ഥാപിച്ചതുകൊണ്ടാണ്. നമ്മൾ പണ്ട് പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. ലിറ്റർജി എന്താണ്? ലിറ്റർജി 1076. ലിറ്റർജി എന്ന് പറഞ്ഞാൽ വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. 3 കാര്യം. ക്രിസ്തുവിന്റെ രഹസ്യം വെളിവാക്കപ്പെടുന്നു, ക്രിസ്തു സന്നിഹിതമാക്കപ്പെടുന്നു, ക്രിസ്തു തന്നെ പകർന്നു കൊടുക്കുന്നു. അപ്പോൾ ആ പകർന്നു കൊടുക്കലിന്റെ വിവിധ രീതികൾ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈശോ വെളിപ്പെടുത്തി. അതെല്ലാം അന്നത്തെ ആളുകളെ വെറും സൗഖ്യപ്പെടുത്താൻ മാത്രം വേണ്ടിയല്ല. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്ന ഒരുവനെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവന്റെ മേൽ കൈകൾ വയ്ക്കപ്പെട്ടപ്പോൾ അവൻ സുഖപ്പെട്ടു. അപ്പൊ ഇതെല്ലാം ഈ വരാനിരിക്കുന്ന കൂദാശകളുടെ പരികർമ്മത്തിന്റെ ഒരു രഹസ്യങ്ങളാണ്. അതെല്ലാം പിന്നീട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈശോ അപ്പസ്തോലന്മാരോടൊപ്പം ഇരുന്ന് ഈ കൂദാശകൾ എങ്ങനെ നിങ്ങൾ ഇനി സഭ നടത്തും? അപ്പോൾ അവരെ ഓർമ്മിപ്പിച്ചു. കണ്ടോ, അന്ന് ഞാൻ ചെയ്ത് ഓർക്കണില്ലേ എന്ന മാതിരി ഈ കൂദാശ ഇങ്ങനെ വേണം. ഒരിക്കൽ കൂടി വായിക്കാം. 1504. യേശു മിക്കപ്പോഴും രോഗികളോട് വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കൂദാശകളിലും വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. നമ്മൾ ആ വിശ്വാസ പ്രമാണം ചെല്ലണത് വിശ്വസിച്ചുകൊണ്ട് ചെല്ലണം. നീ 16 വിശ്വാസ പ്രമാണം ചെല്ലുക, ഉദ്ദിഷ്ടകാര്യം നടക്കും എന്ന് പറയുന്നതല്ല വിശ്വാസത്തിന്റെ ഭാഷ. ആ വിശ്വാസ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ വിശ്വസിക്കണം. കന്യക ഗർഭം ധരിച്ചു, പുത്രനെ പ്രസവിച്ചു, അത് വിശ്വസിക്കണം. ആ ഗർഭം ധരിച്ചത് വചനം മാംസമായതാണ്. അപ്പോ അങ്ങനെ വിശ്വാസത്തിന്റെ ഈശോ മിക്കപ്പോഴും രോഗികളെ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നു. 107 മർക്കോസ് 5:34, 5:34, 36, 9:23. മർക്കോസ് 5:34 എന്താ പറഞ്ഞിരിക്കുന്നത്? മർക്കോസ് 5:34 അവൻ അവരോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്നും വിമുക്തിയായിരിക്കുക. യേശു സംസാരിച്ചുകൊണ്ടിരിക്കെ
സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനി എന്തിനാണ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്റെ മകൾ മരിച്ചു, ഇനി വെറുതെ ഈശോനെ അവിടെ വിളിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ അതാണ് മാനുഷികമായ ബോധ്യം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർ സാധാരണ മനുഷ്യരാണ്. എന്നാൽ സിനഗോഗ് അധികാരി വിശ്വസിക്കുന്നു. കർത്താവേ, നീ ഒന്ന് കൈവച്ചാൽ അവൾ ജീവിക്കും, നീ വിശ്വസിച്ചാൽ മതി, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പം സിനഗോഗ് അധികാരിയോട് പറയാണ്, നീ വിശ്വസിച്ചാൽ മതി, നിന്റെ മകൾ മരിച്ചു എങ്കിൽ അവളെ ഞാൻ ഉയർപ്പിക്കും, ഞാൻ മരണത്തിനും അതീതനാണ്, നീ വിശ്വസിച്ചാൽ മതി. എവിടെയാണ് നമ്മുടെ വിശ്വാസം? നമ്മൾ എന്തോ ഒരു ദൂരെയാണെന്ന് ആലോചിച്ച് നോക്കി. യേശു മിക്കപ്പോഴും രോഗികളോട് വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നു. തുറന്ന് സുഖപ്പെടുത്താൻ അവിടെ നിന്ന് അടയാളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഉമിനീര്, കയ്പ്, ചെളി, കുഴൽ. രോഗികൾ അവിടത്തെ സ്പർശിക്കാൻ ശ്രമിക്കുന്നു. എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് അവരെല്ലാവരെയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ നമ്മെ സുഖപ്പെടുത്തുവാനായി ക്രിസ്തു കൂദാശകളിൽ നമ്മെ നിരന്തരം സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഓർക്കണം. ഈ വിശുദ്ധ ബലിയിൽ വചന ശുശ്രൂഷ നടക്കുമ്പോഴും വചനം കേട്ടുകൊണ്ടിരുന്നവർ സുഖപ്പെട്ടു. തുടർന്ന് അപ്പവും വീഞ്ഞും സമർപ്പിക്കുമ്പോഴും നമ്മളാകുന്ന നമ്മുടെ ജീവിതത്തെയും ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിക്കാം. ആ ഗോതമ്പപ്പം ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നു. വെള്ളവും വീഞ്ഞും അടങ്ങിയ മിശ്രിതം ഈശോയുടെ രക്തമായി മാറുന്നു. അതോടൊപ്പം നമ്മുടെ ജീവിതങ്ങളും മാറുമോ ഇല്ലയോ? വിശ്വസിക്കൂ. പ്രൈസ് ദ ലോർഡ്. ഇനി അതിൽ 774 രക്ഷയുടെ സാർവത്രിക കൂദാശ. ഗ്രീക്ക് ഭാഷയിലുള്ള മിസ്റ്റേരിയോൻ എന്ന വാക്ക് ലത്തീൻ ഭാഷയിലേക്ക് മിസ്റ്റേരിയം, സാക്രമെന്റും എന്നീ 2 വാക്കുകൾ ഉപയോഗിച്ച് തർജ്ജമ ചെയ്തിരിക്കുന്നു. പിൽക്കാല പ്രയോഗങ്ങളിൽ സാക്രമെന്റും എന്ന പദം രക്ഷയുടെ നിഗൂഢ യാഥാർത്ഥ്യത്തിന്റെ ദൃശ്യമായ അടയാളത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. ആ നിഗൂഢ യാഥാർത്ഥ്യമാകട്ടെ മിസ്റ്റേരിയം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നു. നിഗൂഢ യാഥാർത്ഥ്യത്തിന്റെ ദൃശ്യമായ അടയാളത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. ആ നിഗൂഢ യാഥാർത്ഥ്യമാകട്ടെ മിസ്റ്റേരിയം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നു. നിഗൂഢ യാഥാർത്ഥ്യം. എന്താ നിഗൂഢ യാഥാർത്ഥ്യം? യാഥാർത്ഥ്യമാണ്, പക്ഷെ നിഗൂഢമാണ്. ഈ അർത്ഥത്തിൽ ക്രിസ്തു തന്നെയാണ് രക്ഷയുടെ രഹസ്യം. എന്തെന്നാൽ ക്രിസ്തു അല്ലാതെ ദൈവത്തിന്റെ രഹസ്യം വേറെ ഇല്ല. 196 സെന്റ് അഗസ്റ്റിൻ. ക്രിസ്തു അല്ലാതെ ദൈവത്തിന്റെ രഹസ്യം വേറെയില്ല. വിശുദ്ധവും വിശുദ്ധീകരിക്കുന്നതുമായ അവിടുത്തെ മനുഷ്യ പ്രകൃതിയാണ് രക്ഷയുടെ കൂദാശ. വിശുദ്ധവും വിശുദ്ധീകരിക്കുന്നതുമായ അവിടുത്തെ മനുഷ്യ പ്രകൃതിയാണ് രക്ഷയുടെ കൂദാശ. അത് സഭയുടെ കൂദാശകളിൽ വെളിപ്പെടുത്തപ്പെടുന്നതും പ്രവർത്തന നിരതമായിരിക്കുന്നതുമാണ്. കൂദാശകളെ പൗരസ്ത്യ സഭകൾ വിശുദ്ധ രഹസ്യങ്ങൾ എന്നുകൂടി വിളിക്കാറുണ്ട്. ശിരസാകുന്ന ക്രിസ്തുവിന്റെ കൃപാവരം അവിടുത്തെ ശരീരമാകുന്ന സഭയിൽ പരിശുദ്ധാത്മാവ് വ്യാപിക്കുന്നതിനുപയോഗിക്കുന്ന അടയാളങ്ങളും ഉപകരണങ്ങളുമാണ് 7 കൂദാശകൾ. അതുകൊണ്ട് സഭ താൻ സൂചിപ്പിക്കുന്ന അദൃശ്യമായ കൃപാവരത്തെ
ഉൾക്കൊള്ളുന്നവളും പകർന്നു കൊടുക്കുന്നവളുമാണ്. സാധർമ്മ്യപരമായ ഈ അർത്ഥത്തിലാണ് സഭ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നത്. ഹ്യൂമൻ ജൻഷ്യം 1-ാമത്തെ പാരഗ്രാഫിൽ തന്നെ ഉള്ള കാര്യമാണ്. സഭ കൂദാശയാണ്. ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് വായിക്കാമോ? 774 ഗ്രീക്ക് ഭാഷയിലുള്ള മിസ്റ്റേരിയോൻ എന്ന വാക്ക് ലത്തീൻ ഭാഷയിലേക്ക് മിസ്റ്റേരിയം, സാക്രമെന്റം എന്നീ 2 വാക്കുകൾ ഉപയോഗിച്ച് തർജ്ജമ ചെയ്തിരിക്കുന്നു. പിൽക്കാല പ്രയോഗങ്ങളിൽ സാക്രമെന്റം എന്ന പദം രക്ഷയുടെ നിഗൂഢ അർത്ഥത്തിന്റെ ദൃശ്യമായ അടയാളത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. അതാണ് കൂദാശ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളം. സാക്രമെന്റും എന്ന പദം രക്ഷയുടെ നിഗൂഢ യാഥാർത്ഥ്യത്തിന്റെ, അതായത് അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളം ത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. ദൃശ്യമായ അടയാളത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. ആ നിഗൂഢ യാഥാർത്ഥ്യമാകട്ടെ മിസ്റ്റേരിയം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നതാണ്. ഈ അർത്ഥത്തിൽ ക്രിസ്തു തന്നെയാണ് രക്ഷയുടെ രഹസ്യം. എന്തെന്നാൽ ക്രിസ്തു അല്ലാതെ ദൈവത്തിന്റെ രഹസ്യം വേറെയില്ല. ബ്ലെസ്സഡ് സാക്രമെന്റ്, ബ്ലെസ്സഡ് സാക്രമെന്റ്. അപ്പൊ ഈ സാക്രമെന്റ് എന്ന് പറയുമ്പോ എന്താണ് സാക്രമെന്റ് എന്ന് പറഞ്ഞാൽ? നിഗൂഢ യാഥാർത്ഥ്യമാണ്. നിഗൂഢ യാഥാർത്ഥ്യത്തിന്റെ ദൃശ്യമായ അടയാളം. എന്നാൽ സാവധാനം അതിന്റെ ആ അർത്ഥത്തിന്റെ വ്യാപ്തിയിലേക്ക് നമ്മൾ പോവുകയാണ്. ആ നിഗൂഢ യാഥാർത്ഥ്യമാകട്ടെ മിസ്റ്റേരിയം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നതാണ്. ഈ അർത്ഥത്തിൽ ക്രിസ്തു തന്നെയാണ് രക്ഷയുടെ രഹസ്യം. എന്തെന്നാൽ ക്രിസ്തു അല്ലാതെ ദൈവത്തിന്റെ രഹസ്യം വേറെയില്ല. അതുകൊണ്ടാണ് നമ്മൾ ബൈബിള് മുഴുവൻ നോക്കുമ്പോൾ പഴയ നിയമത്തിലെ കുറെ വചനങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ കാര്യം നടത്താൻ വേണ്ടി ഇത്ര പ്രാവശ്യം അത് എഴുതി, ഇത്ര പ്രാവശ്യം, അതിലൊന്നും അല്ല. അത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ക്രിസ്തുവിലേക്ക് വരണം. ക്രിസ്തുവാണ് ദൈവത്തിന്റെ രഹസ്യം. ക്രിസ്തു അല്ലാതെ ദൈവത്തിന്റെ രഹസ്യം വേറെയില്ല. ആ ദൈവത്തിന്റെ നിഗൂഢാത്മകമായ അനാദി മുതൽ അനന്തത വരെയുള്ള സർവാതിശായിയായ ആൽഫായും ഒമേഗായുമായ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായ ആ രഹസ്യം, ക്രിസ്തു അല്ലാതെ ദൈവത്തിന് രഹസ്യം വേറെയില്ല. വിശുദ്ധവും വിശുദ്ധീകരിക്കുന്നതുമായ അവിടുത്തെ മനുഷ്യപ്രകൃതിയാണ് രക്ഷയുടെ കൂദാശ. അവിടുത്തെ മനുഷ്യപ്രകൃതി, അവിടുന്ന് മനുഷ്യനായി, നമ്മുടെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി. അത് സഭയുടെ കൂദാശകളിൽ വെളിപ്പെടുത്തപ്പെടുന്നതും പ്രവർത്തന നിരതമായിരിക്കുന്നതുമാണ്. കൂദാശകളെ പൗരസ്ത്യ സഭകൾ വിശുദ്ധ രഹസ്യങ്ങൾ എന്നുകൂടി വിളിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടാം വത്തിക്കാൻ സൂനകദോസിന് ശേഷം ഈ കൂദാശകളെ നമ്മൾ കൂടുതലായിട്ട് പറയേണ്ടത് വിശുദ്ധ രഹസ്യങ്ങൾ എന്നാണ്. വിശുദ്ധ രഹസ്യങ്ങൾ. ശിരസാകുന്ന ക്രിസ്തുവിന്റെ കൃപാവരം അവിടുത്തെ ശരീരമാകുന്ന സഭയിൽ പരിശുദ്ധാത്മാവ് വ്യാപിക്കുന്നതിന് ഉപയോഗിക്കുന്ന അടയാളങ്ങളും ഉപകരണങ്ങളുമാണ് 7 കൂദാശകൾ. മുന്തിരിച്ചെടിയും ശാഖയും, തായ്തണ്ട് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാകുന്ന ശിരസിൽ നിന്നും ഒഴുകുന്ന ആ കൃപാവരം എല്ലാ ശാഖകളിലേക്ക് ഒഴുകുന്നു. അവിടുത്തെ ശരീരമാകുന്ന സഭയിൽ പരിശുദ്ധാത്മാവ് വ്യാപിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന അടയാളങ്ങളും ഉപകരണങ്ങളുമാണ് 7 കൂദാശകൾ. അതുകൊണ്ട്
സഭ താൻ സൂചിപ്പിക്കുന്ന അദൃശ്യമായ കൃപാവരത്തെ ഉൾക്കൊള്ളുന്നവളും സഭ തന്നെ കൂദാശയാണ്. താൻ സൂചിപ്പിക്കുന്ന അദൃശ്യമായ കൃപാവരത്തെ ഉൾക്കൊള്ളുന്നവളും പകർന്നു കൊടുക്കുന്നവളുമാണ്. അതാണ് ലിറ്റർജി. വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അപ്പൊ സഭ തന്നെയാകുന്ന ആ കൂദാശ ഈ അദൃശ്യമായ കൃപാവരത്തെ ഉൾക്കൊള്ളുന്നവളും പകർന്നു കൊടുക്കപ്പെടുന്നവളുമാണ്. സാധർമ്മ്യപരമായ ഈ അർത്ഥത്തിലാണ് സഭ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നത്. വീണ്ടും നമുക്ക് തിരിച്ചു വരാം. 1116 എന്നെന്നും ജീവിക്കുന്നതും ജീവൻ നൽകുന്നതുമായ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തികളാണ് കൂദാശകൾ. എന്നിട്ട് ആ 3 സംഭവം ഓർക്കണം. ആരാണ് എന്നെ തൊട്ടത്? ഇതിൽ നിന്നും ശക്തി പ്രവഹിച്ചിരിക്കുന്നു. അതാണ് എളുപ്പം മനസ്സിലാക്കാനുള്ളത്. എന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചിരിക്കുന്നു. അന്ന് ഈശോ പലസ്തീനയിലെ തെരുവുകളിൽ വെച്ച് നടത്തിയ ആ ക്രിസ്തു തന്നെയാണ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മളിൽ വന്നുകൊണ്ട് നിരന്തരം നമ്മെ തൊട്ടുകൊണ്ടിരിക്കുന്നു. 1504 അവസാനം നിരന്തരം നമ്മെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. സഭയാകുന്ന അവിടുത്തെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണവ. ശാശ്വതമായ പുതിയ ഉടമ്പടിയിൽ ദൈവത്തിന്റെ ഉത്കൃഷ്ട കർമ്മങ്ങളാണ് കൂദാശകളിൽ. വരുവിൻ നമുക്ക് നന്ദിയോടെ ഓർക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്ന ഒരു സന്തോഷത്തിലാണ്. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ പഠിച്ചത് ഓർത്തുകൊണ്ട് വിശുദ്ധ കുർബാനയിലെ ഓരോ സ്റ്റെപ്പിലും ഈ കാര്യങ്ങൾ ഓർക്കണം നിങ്ങൾ. അങ്ങനെ നമുക്കത് അനുഭവമാക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ കേട്ട ഈ ക്ലാസ് നിങ്ങൾ ഒരിക്കൽ കൂടി ശരിക്കും ഒന്ന് കേട്ടുകൊണ്ട് ഈ 2-3 ദിവസത്തെ വിശുദ്ധ കുർബാനയിൽ ഇത് അനുഭവമാക്കണം. അങ്ങനെ പഠിച്ചാലേ ഇത് ശരിയാവുള്ളൂ. ഇത് ചുമ്മാ പഠിച്ചങ്ങ് പോകേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളുള്ള കുർബാനയിൽ ഓർക്കണം, അത് അനുഭവമാക്കണം. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് കിഴക്കിന്റെ വെളിച്ചത്തിന്റെ അനുഭവം ഓരോരുത്തരെ പങ്കുവയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം റിസൾട്ട് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്ന് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇനിയും മാറാനുണ്ട്. അതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് ലഭിച്ചത്. നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും നന്ദി. ബൈ ബൈ.